നമസ്കാരം. 18 സിദ്ധന്മാരിൽ 17ാമത്തെ ഇടത്തിലുള്ളയാളും ജനിക്കുമ്പോഴേ സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ അല്ലാതെ ശിവനാമം ഉച്ചരിച്ചുകൊണ്ട് പിറന്നയാളുമായ ശിവവാക്യർ സിദ്ധരെപ്പറ്റി മനസ്സിലാക്കാം. ശിവവാക്യർ സിദ്ധർ ജനിച്ച സ്ഥലത്തെപ്പറ്റിയോ ജീവിച്ച കാലത്തെപ്പറ്റിയോ ശരിയായ വിവരങ്ങളില്ല. എന്നിരുന്നാലും അദ്ദേഹം തമിഴ്നാട്ടിൽ പിറന്നിരിക്കാമെന്നും അദ്ദേഹം ജീവിച്ച കാലം കിപി 9ാം നൂറ്റാണ്ട് എന്നുമാണ് അനുമാനം. പിറക്കുമ്പോഴേ ശിവശിവ എന്നുച്ചരിച്ചുകൊണ്ട് പിറന്നതിനാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മകന് ശിവവാക്യർ എന്ന നാമം നൽകി എന്നാണ് പറയുന്നത്. ശിവവാക്യർ ഒരു തൈമാസം മകനക്ഷത്രത്തിൽ അവതരിച്ചതായി ചില പുസ്തകങ്ങളിൽ കുറിപ്പുണ്ട്. എന്നാൽ ബോഗർ സപ്തകാണ്ഡത്തിൽ തൈമാസം മകയിര നക്ഷത്രത്തിൽ ശങ്കരകുലത്തിൽ ശിവവാക്യർ പിറന്നതായാണ് പരാമർശം. ശിവവാക്യരുടെ മാതാവ് തിരുമൂലർ സിദ്ധരുടെ പരമ്പരയിലുള്ള സ്ത്രീയാണെന്ന് ബോഗർ 7000ലും അവർ അരുന്ധതി പോൽ പതിവ്രതയാണെന്നും ശിവവാക്യരുടെ പിതാവ് ദൈവിക ശിലകൾ കോവിലുകളിൽ നിർമ്മിച്ചു നൽകുന്ന ജോലിയാണ് ചെയ്തിരുന്നതെന്നും അഗസ്ത്യർ 12000ൽ കുറിപ്പുള്ളതായി പറയപ്പെടുന്നു. ശിവവാക്യർ സിദ്ധരും 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തിരുമഴിസൈ ആഴ്വാരും ഒരാൾ തന്നെയാണെന്നും വാദമുണ്ട്. ശിവവാക്യർ കാലതത്വം, ജ്ഞാനം എന്നിവയെ ചെറുവയസ്സിലെ മനസ്സിലാക്കി വേദാന്ത ശിവവാക്യരായി എന്ന് അഗസ്ത്യർ 12000ൽ പരാമർശമുണ്ട്. എന്നിരുന്നാലും തനിക്ക് ഒരു ഗുരുവിന്റെ ദീക്ഷ അത്യാവശ്യം എന്ന് സ്വയം തോന്നി അദ്ദേഹം കാശിയിലെത്തി. ചെറുപ്രായത്തിലെ സിദ്ധന്മാരെ പറ്റി അറിഞ്ഞുവെച്ച അദ്ദേഹം കാശിയിലുള്ള ഒരു സിദ്ധരെപ്പറ്റി മനസ്സിലാക്കി വെച്ചു. ആ സിദ്ധർ ഒരു ചെരുപ്പ് കുത്തി. കാശിക്ക് വരുന്ന ഭക്തരുടെ കേടുവന്ന ചെരുപ്പുകൾ നന്നാക്കി കൊടുത്തും ആളുകളുടെ കാൽ അളവ് നോക്കി ചെരുപ്പുകൾ ചെയ്തു കൊടുക്കുന്നതിലും പ്രഗത്ഭൻ. ചെരുപ്പുകുത്തിയാണെങ്കിലും പ്രാണായാമം, യോഗ, ധ്യാനം എന്നിങ്ങനെ അദ്ദേഹത്തിന് അറിയാത്ത വിദ്യകളില്ല. വായുഭക്ഷണം കഴിച്ച് അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയാൽ സ്വയം എഴുന്നേറ്റാലല്ലാതെ ആരാലും അദ്ദേഹത്തെ ഉണർത്തുക സാധ്യമല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെരുപ്പുകുത്തിയായതിനാൽ അദ്ദേഹത്തിന് അതിന് തക്ക ബഹുമാനം ലഭിച്ചിരുന്നില്ല. അപൂർവം ചിലർ മാത്രം അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിപ്പോകും. അങ്ങനെയിരിക്കെ ശിവവാക്യർ ഒരു നാൾ ചെരുപ്പുകുത്തിയെ സമീപിച്ച്, ഗുരുവേ, താങ്കൾ മൂലമായി ഞാൻ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ സേവിച്ച് അങ്ങയുടെ കൂടെ തൊഴിൽ ചെയ്യാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. അങ്ങ് എന്നെ ശിഷ്യനായി ഏറ്റെടുത്താലും എന്നഭ്യർത്ഥിച്ചു. ശിവവാക്യർക്ക് മുന്നിലേക്ക് ഒരു പലക നീക്കിയിട്ട് ശിവവാക്യരെ അതിലിരിക്കാൻ സിദ്ധർ പറഞ്ഞു. ശിവവാക്യർ പലകയിലിരുന്നു. അടുത്ത നിമിഷം പലക ഉയർന്നു പറന്ന് നക്ഷത്രമണ്ഡലങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു. ശിവവാക്യരുടെ ശരീരം പഞ്ഞുപോലെ നേർത്ത് പരവശപ്പെട്ടു. കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ പലക താഴെയിറങ്ങി. ശിവവാക്യർ കണ്ണു തുറന്നപ്പോൾ താൻ ഗുരുവിന് മുന്നിലിട്ട പലകയിലിരിക്കുന്നു. നടന്നത് ഒരു സ്വപ്നമായിരുന്നോ എന്ന് ശിവവാക്യർക്ക് തോന്നി. ഗുരുവെ, ഞാൻ ആകാശമണ്ഡലത്തിൽ പറന്നോ എന്ന് ചോദിച്ചപ്പോൾ, നീ ദൈവങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അത് സാധാരണ കാര്യമല്ല. പലകയിൽ പറന്നതുപോലെ തോന്നിയല്ലേ? ആ തോന്നൽ നിരന്തരം ഉടലിൽ ഉണ്ടായിരിക്കണം, എന്നാലേ നിനക്ക് ദൈവത്തെ കാണാനാവൂ. ആ അവസ്ഥയിൽ എല്ലാ നേരത്തും ഇരിക്കുന്നവരാണ് സിദ്ധന്മാർ. നിനക്ക് ഇനിയും അതിനുള്ള പക്വത എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ ഒരു പരീക്ഷ വയ്ക്കുകയാണ്. അതിൽ നീ വിജയിച്ചാൽ നീ തിരഞ്ഞെടുത്ത സിദ്ധന്മാരുടെ വഴിയിൽ നിനക്ക് വിജയം കൈവരിക്കാം. എന്താണ് ഗുരുവേ ഞാൻ ചെയ്യേണ്ടത് എന്ന് ആകാംക്ഷയോടെ ശിവവാക്യർ ചോദിക്കെ, ഗുരു താൻ ചെരുപ്പ് തുന്നി കിട്ടിയ കുറച്ച് നാണയങ്ങളും ഒരു കടുത്ത കയ്പുള്ള പേച്ചുരക്കയും ഒരു തോൽ സഞ്ചിയും ശിവവാക്യരുടെ കയ്യിൽ കൊടുത്തു. ഈ പേച്ചുരക്ക നീ ഗംഗയിൽ കഴുകി കയ്പ് മാറ്റി തിരിച്ചു കൊണ്ടുവരണം. അതേപോലെ ഈ നാണയങ്ങൾ ഗുരുനാഥൻ തന്നതാണെന്ന് പറഞ്ഞ് ഗംഗാദേവിക്ക് കൊടുക്കണം. പിന്നെ ഈ തോൽ സഞ്ചിയിൽ കുറച്ച് ഗംഗാതീർത്ഥം കൊണ്ടുവരണം. ശിവവാക്യർ മറുത്തൊന്നും പറയാതെ ഗുരു കൊടുത്ത സാധനങ്ങളും കൊണ്ട് ഗംഗാതീരത്തെത്തി. നദിയിലിറങ്ങി നിന്ന്, ഗംഗാമാതാവെ, എന്റെ ഗുരുനാഥൻ തന്നയച്ച ഈ നാണയങ്ങൾ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞതും നദിക്ക് മുകളിലേക്ക് 2 വളയിട്ട കൈകൾ പ്രത്യക്ഷപ്പെട്ടു. ശിവവാക്യർ ആ കൈകളിൽ നാണയങ്ങൾ വെച്ചു കൊടുത്തതും ആ കൈകൾ വെള്ളത്തിനുള്ളിലേക്ക് അപ്രദൃശ്യമായി. പിന്നീട് ശിവവാക്യർ പേച്ചുരക്കയെടുത്ത് ഗംഗാനദിയിൽ കഴുകി തോൽ സഞ്ചിയിൽ ഗംഗാജലം നിറച്ച് ഗുരുവിനടുത്തേക്ക് പുറപ്പെട്ടു. ഗുരു പേച്ചുരക്ക വാങ്ങി നോക്കി. എന്തതിശയം, പേച്ചുരക്കയുടെ കയ്പ് മാറിയിരിക്കുന്നു. ഉടൻ സിദ്ധർ ശിവവാക്യരോട് തോൽ സഞ്ചിയിലെ ഗംഗാജലത്തോട് ഞാൻ തന്നുവിട്ട നാണയങ്ങൾ തിരിച്ചു തരാൻ പറ എന്ന് പറഞ്ഞു. എന്തിന് ഏതിന് എന്നൊന്നും ചോദിക്കാതെ ശിവവാക്യർ അപ്രകാരം പറഞ്ഞപ്പോൾ തോൽ സഞ്ചിയിലെ ജലത്തിൽ നിന്ന് വീണ്ടും വളയിട്ട 2 കൈകൾ പുറത്തു വന്ന് ശിവവാക്യർക്ക് നാണയങ്ങൾ കൊടുത്ത് വീണ്ടും ജലത്തിൽ അപ്രദൃശ്യമായി. നാണയങ്ങൾ വാങ്ങിക്കുമ്പോഴും നാണയങ്ങൾ കൊടുക്കുമ്പോഴും ആ വളയിട്ട കൈകൾ ഒരു ചെറു ചലനം പോലും ശിവവാക്യരിൽ ഉണ്ടാക്കിയില്ലെങ്കിലും അദ്ദേഹം കുറച്ചു കാലം ഗൃഹസ്ഥാശ്രമിയായിരിക്കണം എന്ന് ഗുരു തീരുമാനിച്ചു. ശിവവാക്യർക്ക് ദീക്ഷ കൊടുത്ത് ഒരു പിടി മണലും ഒരു പേച്ചുരക്കയും കയ്യിൽ കൊടുത്ത്, ഇത് ആര് രുചിയായി പാചകം ചെയ്തു തരുന്നുവോ അവളെ നീ വിവാഹം കഴിക്കുക എന്ന് ഉപദേശിച്ച് പറഞ്ഞയച്ചു. ഗുരുവിന്റെ ആജ്ഞയിൽ മറുത്തൊന്നും പറയാതെ ശിവവാക്യർ കയ്യിൽ ഒരു പിടി മണലും പേച്ചുരക്കയുമായി നടന്ന് പല പല സ്ഥലങ്ങളിലെത്തി. തേജസ്വിയായ ശിവവാക്യരെ കണ്ട് യുവതികൾ അടുത്തു വന്നെങ്കിലും അദ്ദേഹം മണൽ ഭക്ഷണമാക്കി തരാനും പേച്ചുരക്ക രുചിയായി പാചകം ചെയ്തു തരാനും പറഞ്ഞത് യുവതികളിൽ പ്രയാസമുണ്ടാക്കിയതിനാൽ ആരും തന്നെ ആ ദൗത്യം ഏറ്റെടുത്തില്ല. അങ്ങനെ അദ്ദേഹം കുറവർ സമുദായക്കാർ താമസിക്കുന്ന പ്രദേശത്തെത്തി. അവിടെ ഒരു വീടിന് മുന്നിലുണ്ടായിരുന്ന ഭൂമിദേവിയെപ്പോൾ ശാന്തയായ ഒരു യുവതിയോട് അദ്ദേഹം ഈ മണൽ ഭക്ഷണമാക്കി തരാനും പേച്ചുരയ്ക്ക് രുചിയായി പാചകം ചെയ്തു തരാനും അഭ്യർത്ഥിച്ചു.
യുവതി മറുത്തൊന്നും പറയാതെ അടുപ്പ് കത്തിച്ച് അരി കഴുകും പോലെ വൃത്തിയായി മണൽ കഴുകി അടുപ്പിലെ പാത്രത്തിലെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടു. വേറൊരു അടുപ്പിൽ പേച്ചുരയ്ക്ക അരിഞ്ഞ് വേവാൻ വെച്ചു. കുറച്ചു നേരത്തിനുള്ളിൽ മണൽ ചോറായി മാറി. പേച്ചുരയ്ക്ക അതീവ രുചിയുള്ള കറിയായി മാറി. ശിവവാക്യർ ഭക്ഷണം കഴിച്ചു. ശിവവാക്യർക്ക് താൻ തേടിക്കൊണ്ടിരുന്ന വധുവാണിതെന്ന് മനസ്സിലായി. അവളെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞു. ആ സമയം ആ യുവതിയുടെ മാതാപിതാക്കൾ അടുത്തുള്ള കാട്ടിൽ മുളന്തണ്ടുകൾ വെട്ടാൻ പോയിരുന്നു. അതുകൊണ്ട് വട്ടിയും കുട്ടയും കൂടയുമൊക്കെ തയ്യാറാക്കി ചന്തയിൽ കൊണ്ട് വിറ്റ് ഉപജീവനം കഴിക്കുന്നവരായിരുന്നു അവർ. തൻ്റെ മാതാപിതാക്കൾ സമ്മതിച്ചാൽ തനിക്ക് ശിവവാക്യരെ വിവാഹം ചെയ്യാൻ സമ്മതക്കുറവില്ലെന്ന് യുവതിയും പറഞ്ഞു. കുറച്ചു നേരത്തിനുള്ളിൽ മാതാപിതാക്കൾ വന്നപ്പോൾ ശിവവാക്യർ കാര്യം പറഞ്ഞു. തേജസ്വിയായ ഒരു സിദ്ധർ തങ്ങളുടെ കുടുംബത്തിൽ മരുമകനായി വരുന്നതിൽ പരം ഒരു സന്തോഷം അവർക്ക് വേറെയില്ല. പക്ഷേ ശിവവാക്യർ അവരുടെ കൂടെ താമസിച്ച് അവരുടെ കുലത്തൊഴിൽ ചെയ്യണം എന്നൊരു വ്യവസ്ഥ അവർ വെച്ചു. ശിവവാക്യർ അത് സമ്മതിച്ച് ആ യുവതിയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന് പിറന്ന മകനാണ് ശിവാനന്ദർ. ശിവവാക്യർ കുറവരുടെ കുലത്തൊഴിൽ ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ ജീവിച്ചു വന്നു. ഒരു നാളും തപജീവിതം മുടക്കിയതുമില്ല. സാധാരണ സ്ത്രീകളെ പോലെയല്ലാതെ പൊന്നിലോ സുഖജീവിതത്തിലോ ആശയില്ലാതെ ഭർത്താവിന് പൂർണ്ണ പിന്തുണ നൽകി ശിവവാക്യരുടെ ഭാര്യയും അദ്ദേഹത്തോടൊപ്പം തൃപ്തിയായി ദാമ്പത്യ ജീവിതം നയിച്ചു. ഒരു നാൾ ശിവവാക്യർ മുള വെട്ടുന്നതിനായി അടുത്തുള്ള കാട്ടിലേക്ക് പോയി. മുള വെട്ടിയതും അതിൽ നിന്നും സ്വർണ്ണധൂളികൾ താഴേക്ക് ചിന്തുന്നത് കണ്ട് അന്തം വിട്ടു. തന്റെ മുന്നിൽ പൊൻ കൊട്ടിവെച്ച് ഭഗവാൻ തന്നെ പരീക്ഷിക്കുകയാണല്ലോ, പൊന്നാശെ മരണക്കുഴിയുടെ വാതിലാണല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അല്പം നീങ്ങി നിന്നു. ആ സമയം അവിടേക്ക് വന്ന 4 ചെറുപ്പക്കാർ പൊന്ന് കൊട്ടിക്കിടക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ട് ശിവവാക്യരെ നോക്കി നമുക്ക് 5 പേർക്കും ചേർന്ന് ഇത് വീതിച്ചെടുക്കാം എന്ന് പറഞ്ഞു. ശിവവാക്യർ അവരോട് അരുത്, ഇത് മനുഷ്യരെ കൊല്ലുന്ന വിഷത്തിന് തുല്യം എന്ന് പറഞ്ഞു. അപ്പോൾ ആ 4 പേർ ശിവവാക്യരോട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഞങ്ങളിതെടുക്കും എന്ന് പറഞ്ഞു. ശിവവാക്യർ ഒന്നും മിണ്ടിയില്ല. ആരൊരാൾ തങ്കത്തെയും ആഡംബര ജീവിതത്തെയും വെറുക്കുന്നുവോ അവർ ആത്മീയ ജീവിതത്തിന് പക്വത വന്നവർ എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നകന്നു. തങ്കം ചാക്കുചാക്കായി ശേഖരിച്ച് 4 പേർക്കും വിശപ്പനുഭവപ്പെട്ടു. അതിനാൽ തങ്കച്ചാക്കുകൾക്ക് 2 പേർ കാവലിരിക്കാമെന്നും മറ്റു 2 പേർ ഗ്രാമത്തിൽ പോയി ഭക്ഷണം കൊണ്ടുവരാമെന്നും തീരുമാനമായി. ഗ്രാമത്തിലേക്ക് പോയ 2 പേരും ആഹാരം കഴിച്ച് തങ്കത്തിന് കാവലിരിക്കുന്നവർക്കായി 2 പൊതിച്ചോറും കയ്യിലെടുത്തു. വരുന്ന വഴിയിൽ അവർക്കൊരു മനംമാറ്റം. അവിടെയുള്ള തങ്കം 4 പേർക്കായി വീതിക്കേണ്ടതില്ല, നമുക്ക് 2 പേർക്ക് വീതിച്ചെടുക്കാം. അതിനാൽ കയ്യിലിരിക്കുന്ന പൊതിച്ചോറിൽ അവർ വിഷം കലർത്തി. അതേസമയം തങ്കത്തിന് കാവലിരുന്നവർ ഇങ്ങനെ തീരുമാനിച്ചു, ആഹാരം കൊണ്ടുവരട്ടെ, അവരോട് അടുത്തുള്ള കിണറ്റിൽ നിന്ന് കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ പറയാം. വെള്ളം കിണറ്റിൽ നിന്ന് കോരുന്ന നേരത്ത് അവരെ പിന്നിൽ നിന്ന് കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലാം. അങ്ങനെ തങ്കം നമുക്ക് 2 പേർക്കും വീതിച്ചെടുക്കാം. 2 കൂട്ടരും അവരവരുടെ പദ്ധതികൾ നടപ്പാക്കാനായി കാത്തിരുന്നു. ഭക്ഷണം എത്തിയതും നേരത്തെ തീരുമാനിച്ച പ്രകാരം അവരോട് കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ തങ്കത്തിന് കാവലിരുന്നവർ അഭ്യർത്ഥിച്ചു. ചതി മനസ്സിലാവാതെ ഇരുവരും കിണറ്റിനടുത്തെത്തി വെള്ളം കോരാൻ തുനിഞ്ഞതും തങ്കത്തിന് കാവലിരുന്നവർ പതുങ്ങിയെത്തി അവരെ ആഴമുള്ള കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊന്നു. പിന്നീട് മനസമാധാനത്തോടെ വിഷം കലർത്തിയതെന്നറിയാതെ പൊതിച്ചോറ് കഴിച്ച് ഇരുവരും അവിടെ തന്നെ മരിച്ചു വീണു. പിറ്റേന്ന് ശിവവാക്യർ അവിടെ എത്തിയപ്പോൾ 4 പേരും മരിച്ചതായി കണ്ടു. തങ്കം ആളെക്കൊല്ലും വിഷം എന്ന് പറഞ്ഞത് കേൾക്കാതെ ഇവർ ജീവൻ വെടിഞ്ഞല്ലോ, ആർക്കും ഈ ഗതി ഇനി വരാൻ പാടില്ല എന്ന് ചിന്തിച്ച് സ്വർണ്ണച്ചാക്കുകളെല്ലാം പാഴടഞ്ഞ കിണറ്റിലിട്ടു എന്നാണ് കഥ. ഒരു നാൾ കൊങ്കൺ സിദ്ധർ ശിവവാക്യരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ശിവവാക്യർ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ദാരിദ്ര്യാവസ്ഥ കണ്ട കൊങ്കണർ ശിവവാക്യരുടെ ഭാര്യയോട് കുറച്ച് ഇരുമ്പ് കൊണ്ടുവരാൻ പറഞ്ഞ് രസവിദ്യയാൽ അത് തങ്കമാക്കി കൊടുത്ത് അവിടെ നിന്നും മടങ്ങി. ശിവവാക്യരെത്തിയപ്പോൾ ഭാര്യ നടന്നത് പറഞ്ഞ് തങ്കം കാണിച്ചു കൊടുത്തു. നമുക്കിത് വേണ്ട, ഇത് ആളെക്കൊല്ലും വിഷം എന്ന് ശിവവാക്യർ പറഞ്ഞപ്പോൾ ഭാര്യ മറുത്തൊരക്ഷരം പറയാതെ തങ്കം കിണറ്റിലെറിഞ്ഞു കളഞ്ഞു. ശിവവാക്യർ സിദ്ധർ കുറച്ചു കാലം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് തപജീവിതത്തിനായി പുറപ്പെട്ടുപോയി. പലയിടങ്ങളിൽ തപസ് ചെയ്ത് പല യോഗീശ്വരന്മാരെയും സന്ധിച്ച് സിദ്ധമുറകൾ പൂർണ്ണമായും പാലിച്ച് അഷ്ടസിദ്ധികൾ കൈവരിച്ച് കഷ്ടപ്പെടുന്നവർക്കും അശരണർക്കും രോഗികൾക്കും സഹായം ചെയ്തു വന്നു. ശിവവാക്യർ വൈദ്യം, വാദം, യോഗം, ജ്ഞാനം എന്നിവയെപ്പറ്റി 526 കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട്. ശിവവാക്യർ നാഡീപരീക്ഷ, ശിവവാക്യ മന്ത്രം, ശിവവാക്യർ ഗുണവാകടം, ശിവവാക്യർ സൂത്രം എന്നിങ്ങനെ പല പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വൈദ്യ ശിരോരത്ന നടനകാന്ഡം 1500 എന്ന പുസ്തകത്തിൽ 4 കീർത്തനം ശിവവാക്യരുടേത്. അദ്ദേഹത്തിന്റെ കീർത്തനങ്ങളിൽ ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ, ജാതി സമ്പ്രദായങ്ങൾ, ഭഗവാന് രൂപം കൽപ്പിക്കുന്നത്, പുനർജന്മം ഉണ്ടെന്ന വിശ്വാസം, സിദ്ധന്മാർ എന്ന് വിശ്വസിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്നത്, ആൾദൈവങ്ങൾ എന്നിവയ്ക്കെതിരെ പല വിമർശനങ്ങൾ ഉണ്ട്. ശിവവാക്യർ കുംഭകോണത്തിൽ സമാധി അടഞ്ഞതായി പറയപ്പെടുന്നു. എന്നാൽ അദ്ദേഹം തിരുപ്പൂർ ജില്ലയിലുള്ള കാങ്കയത്തിനരികിലുള്ള ശിവൻമലയിൽ വസിച്ച് മൂലവർ വള്ളി സുബ്രഹ്മണ്യരെ ഇന്നും പൂജിച്ചു വരുന്നു എന്നാണ് വിശ്വാസം. ശിവൻമലയിൽ അദ്ദേഹത്തിന് തനി സന്നിധിയുമുണ്ട്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.